ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് നെയ്യിലൊന്ന് വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ആ നെയ്യിൽ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറെ പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ സേമിയ 1 കപ്പ് അളവ് ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നല്ലോണം ആ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം 1 ലിറ്റർ പാല് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പാല് നല്ലോണം ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് സേമിയ നല്ലോണം വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്തതാണ്. അതുകൊണ്ട് ഇതിൽ 1/2 കപ്പ് ചേർത്തിന് ടോട്ടലായി ഞാൻ 3/4 കപ്പാണ് ഇതിന് ഞാൻ ചേർത്തിരിക്കുന്നത് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നല്ലോണം വെന്ത് വരണം. ക്യാരറ്റും സേമിയയെല്ലാം നല്ലോണം വെന്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു നല്ലോണം ഒന്ന് തിള വന്നതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലോണം ഒന്ന് കട്ടിയിൽ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുള്ള ഒരു പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.